ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഈ ചേട്ടനെ കുറിച്ചല്ല കേട്ടോ പറയാൻ വന്നിട്ടുള്ളത്. ഈ പെണ്ണിനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത്. ഇവൾക്ക് ഈ ചേട്ടനെ പറ്റിയിട്ട് ഇവൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ചേട്ടായിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് അങ്ങനെ ചെയ്യണം, നീ വീഡിയോ എടുത്തോ, വീഡിയോ എടുത്താലും ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ള ആ ഒരു ഇതിൽ അയാൾ നിന്നിട്ടുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ടല്ലോ. എന്തോ ഒരു അസുഖത്തിൻ്റെ പേരും പറഞ്ഞു. ശരിക്കും പറഞ്ഞത് അവൾക്കാണുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയട്ടെ. കുറച്ച് മുക്കിലും മൂലയിലുമായിട്ട് ഇൻ്റർവ്യൂസ്, അതായത് അഭിമുഖങ്ങൾ, ആരെയാണ് അഭിമുഖം നടത്തേണ്ടതെന്ന് അറിയാണ്ട് തൊട്ടേനും പിടിച്ചേനും ഏത് വൃത്തികേടിനും പോകുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് കൂട്ടം യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മീഡിയക്കാരോ കുറേ ഉണ്ട്. അവരെ അവരെ കണ്ടിട്ട് അവരോടുള്ള അങ്ങനെയൊക്കെ എനിക്കും പോകണം. അവർ വന്ന് വിളിക്കുമല്ലോ, നിങ്ങൾ എവിടെയാണ് തൊട്ടത്, നിങ്ങൾ എന്താ പ്രതികരിക്കാതിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പിടിക്കുന്നു. അത് അവൾക്ക് ആ ഒരു കൊതി അത് അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവൾ ഇത്രയും ഒരു ദ്രോഹം ചെയ്യില്ലായിരുന്നു. ഇത്രയും ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം അതിൽ ഇനിയും ഉണ്ടല്ലോ. അവൾക്കൊന്ന് മാറി നിന്നൂടെ? നമ്മളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. കുറേ തിരക്കുള്ള ബസ്സാണെങ്കിൽ കണ്ടക്ടർ വന്നാൽ കൂടെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും, തൊടരുത് എന്നുള്ള രീതിയിൽ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഒന്ന് കണ്ടക്ടറും കൂടെ തൊടാൻ നമ്മൾ ഒന്ന് നിന്ന് കൊടുക്കുകയൊന്നുമില്ല. ആ രീതിക്ക് നമ്മൾ നിൽക്കുക. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എത്ര തിരക്കുള്ള ബസ്സാണെങ്കിലും തിങ്ങി തിങ്ങി വരുന്ന ഒരു കണ്ടക്ടർ ഉണ്ടല്ലോ, അയാളും കൂടെ നമ്മൾ തൊടാൻ പാടില്ല, ജസ്റ്റ് നമ്മൾ മാറിക്കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ. ഇതെന്തൊരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേണമെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ, ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു മനോരോഗിയാണ്, ഒരു ഭ്രാന്തിയാണ്. അവൾക്ക് എന്തെന്നാ എല്ലാ രീതിയിലും ഒന്ന് മുന്നിലെത്തണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കൊതി, ഒരു ത്വര, അതിന് വേണ്ടിയിട്ട് അവൾ ചെയ്തൊരു നാടകം മാത്രമാണിത്. ഇവൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഭ്രാന്താശുപത്രി കൊണ്ടുപോയി നല്ല ഷോക്ക് അടിപ്പിക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് പറയുക, ഇവൾ ഏത് പാർട്ടിയിലാണോ നിങ്ങൾ ഏറ്റെടുത്തുള്ളത് അതൊന്നൊക്കെ അങ്ങോട്ട് പുറത്താക്കുക. പിന്നെ ഇവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആ ഫാമിലീനെ എന്താ പറയുക, ഫാമിലിയൊക്കെ നാണം കിടണമെന്ന്. ആ ഫാമിലിന്ന് തിരിച്ച് ഇവൾക്ക് അങ്ങനെ സംഭവിക്കണം. അതാണ് തിരിച്ചടി. ഒരു സമൂഹം ഇവളെ ഏറ്റെടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ലോകം മൊത്തം കണ്ട്. ഞാൻ പറയാം, ഇപ്പം അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ വലിച്ചു കീറും എല്ലാവരും കൂടെ. ഒരുത്തി വന്ന് പറഞ്ഞു അയാൾ മരിക്കേണ്ടവൻ തന്നെയാണ്, മരിച്ചത് നന്നായിന്ന്. നാണമുണ്ടോ സ്ത്രീകളെ? ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ശരിക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ വേണ്ടാധീനം ചെയ്താൽ കൂടെ എന്താ പറയുക അറിയോ? എന്നിട്ടും ആ കുട്ടി ഒരു വീഡിയോ എടുത്താൽ എന്താ പറയുക അറിയോ? നിങ്ങൾ കള്ളം പറയണമെന്ന് പറയും. അത് ഇവളെപ്പോലത്തെ ഭ്രാന്തികളുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതങ്ങനെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേണ്ടാധീനത്തിന് മാത്രം ഫോണും നെറ്റും യൂസ് ചെയ്ത് നടക്കുന്നത്? എന്തിനാ? എനിക്ക് പറയാൻ കുറേ ഉണ്ട്, പക്ഷെ വരുന്നില്ല ഒന്നും. ഓക്കെ.